താത്തയ്ക്കും അനിയത്തിക്കും ഒരേപോലത്തെ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത വീഡിയോ കണ്ടു നോക്കാം. രണ്ടാൾക്കുള്ളത് ഒരുമിച്ചിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവർ രണ്ടാളുടെ അളവിന് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. കറക്റ്റ് മെഷർമെൻറ്റിൽ നിന്ന് 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിന് വേണ്ടി ഞാൻ 11 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ബോട്ടം കട്ട് ചെയ്യാം. ഇവിടെ എലാസ്റ്റിക് ബോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളുടെ ഇറക്കം എത്രയാണോ അതിന്ന് എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം ഇറക്കം കണക്കാക്കിയിട്ട് കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റിയൊരു ബോട്ടാണിത്. നമുക്ക് അടിവശം മടക്കിയടിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണ് ലൂസ് വേണ്ടത് അതടിച്ചിട്ട് നമ്മളുടെ ഈ 2 കാലിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ എലാസ്റ്റിക് ഒന്ന് വെച്ച് പിടിപ്പിച്ച് കൊടുക്കുക. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് അടിച്ചെടുക്കാൻ പറ്റിയൊരു ബോട്ടാണിത്. പിന്നെ എലാസ്റ്റിക്കിൻ്റെ അളവ് എങ്ങനെ കണക്കാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ണം എത്രയാണോ അതിന്ന് 2-3 ഇഞ്ച് കുറച്ചിട്ട് വേണം എലാസ്റ്റിക് നമുക്ക് എടുക്കാൻ. അങ്ങനെ നമ്മുടെ ബോട്ടത്തിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക. ടോപ്പിൻ്റെ കയ്യിലും കഴുത്തിലും ഞാൻ ബോട്ടത്തിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടോപ്പ് ഒരേപോലെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നെക്ക് വീനക്കായിട്ട് കട്ട് ചെയ്തിട്ട് 1 ഇഞ്ച് പട്ട പോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നെക്കിൻ്റെ മോഡൽ വരുന്നത് കേട്ടോ. നമുക്കിനി ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക. എന്നിട്ട് സ്ലീവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷേപ്പ് ആക്കി കഴിഞ്ഞ് നമ്മളുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.